ഭീകരനായ ഒരു മനുഷ്യൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കേരളത്തിന് പരിചിതമല്ലാത്ത ഒരാശയം, ഹിന്ദുത്വ ആശയം. ടൺ കണക്കിന് TNTയുടെ മാരകമായ സ്ഫോടന ശേഷിയുള്ള ആശയം കേരളത്തിലേക്ക് തന്ത്രപരമായി സന്നിവേശിപ്പിച്ച് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ ശ്രമിച്ച കേരളത്തിലെ ഏറ്റവും വലിയ വില്ലനാണ് സാധു ആനന്ദവനം ഭാരതി എന്ന മഹാമണ്ഡലേശ്വർ. നറേറ്റീവ്സ് അങ്ങനെ പോകുന്നുണ്ട്. സ്വാമി കേട്ടോ? മുഴുവനായിട്ട് കേട്ടൊന്നുമില്ല, കാരണം നമ്മളൊരു വലിയ തിരക്കിലും അതിൻ്റെ ഒരു ഇതിലൊക്കെയാണ്. അപ്പം പല ചർച്ചകളും പല സ്ഥലത്ത് പല ആളുകൾ പല രീതിയിൽ പറയുന്നു, പരാമർശിക്കുന്നു എന്നുള്ളത് മാത്രം. അല്ല, ഇത് ഈ പറഞ്ഞതിനകത്ത് വല്ല കാര്യമുണ്ടോ? അങ്ങ് ഹിന്ദുത്വ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരാൻ ആരുടെയോ നിർദ്ദേശപ്രകാരം അങ്ങ് ഇറക്കുമതി ചെയ്താണ്? അല്ല, ഹിന്ദുത്വം കടത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം കേരളത്തിന് ഇടത് മനസ്സല്ലേ ഉള്ളത്? അല്ല, ഹിന്ദു എന്ന് പറയുന്നത് ഹിമാലയം മുതൽ ഇന്ത്യ സമുദ്രം വരെ, ഹിന്ദു സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ദേശത്തിൻ്റെ സംസ്കൃതിയാണ് ഹിന്ദുത്വം. അത് എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പോൾ നേരത്തെ പല ഇതിൽ പറയുന്നത് പോലെ ഈ തെക്കേ അറ്റത്തെ പുഴയ്ക്ക് പൂർവാചാര്യന്മാർ പേരിട്ടത് ഭാരതപ്പുഴ എന്നാണ്. ഓരോ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഇവിടെ എല്ലാ പഴയ കാലത്തുള്ള ആളുകളുടെ പേരുകൾ, അല്ലെങ്കിൽ ഓരോ ദേശത്തിൻ്റെ, ഇപ്പം നമ്മളിരിക്കുന്നത് എറണാകുളമാണ്. ഈ എറണാകുളം ഋഷിനാഗക്കുളം മാറിയാണ് പറഞ്ഞ ലോപിച്ചിട്ടാണ് എറണാകുളമാകുന്നത്. ദേശത്തിൻ്റെ പേരുകൾ, വ്യക്തികളുടെ പേരുകൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ, മിത്തുകൾ, സംസ്കൃതിയുടെ കാര്യങ്ങൾ, ഇതെല്ലാം ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഒരേ ചരടിൽ കോർത്തിണക്കിയ വിവിധ നിറങ്ങളിലുള്ള മുത്തുകളാണ്. അപ്പോൾ ഇവിടെ ഈ സംസ്കൃതിയിൽ അനാദികാലം മുതലേ ഉള്ളതാണ് ഹിന്ദുത്വം, ഇന്നുമുള്ളതാണ് ഹിന്ദുത്വം, തുടരുന്നതാണ് ഹിന്ദുത്വം, നാളെയും എല്ലാ കാലത്തും ശക്തമായി തന്നെ നിലനിൽക്കുന്നതാണ് ഹിന്ദുത്വം. അപ്പം അത് എവിടെന്നെങ്കിലും ഒളിച്ചു കിടത്തേണ്ടതയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കൊണ്ടുവരേണ്ട എൻ്റെ ഒരു സംശയം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് മാത്രമല്ലല്ലോ കേരളത്തിൽ സന്യാസിയുള്ളത്. അങ്ങ് കഴിഞ്ഞ കുംഭമേള നടക്കുമ്പോൾ പ്രയാഗരാജിൽ വെച്ച് മഹാമണ്ഡലേശ്വരമായിട്ട് അവരോധിക്കപ്പെടുന്നു. അതിനുശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. കേരളത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന, കേരളത്തിൻ്റെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ഒരു വലിയ മഹാമഹം തിരുനാവായയുടെ മണപ്പുറത്തുണ്ടാക്കുന്നു. ഈ പറഞ്ഞ ഹിന്ദു ആശയങ്ങളെ പേറുന്ന ഒട്ടനവധി സന്യാസിമാർ കേരളത്തിലുണ്ട്. അവർക്കാർക്കും ഇത് തോന്നിയില്ലല്ലോ. 1 വർഷത്തിനിടയ്ക്ക് അങ്ങ് ആരുടെ നിയോഗപ്രകാരമാണ് ഈ ദൗത്യമായിട്ട് വന്നത്? ഇത് നമ്മൾ കാണുമ്പോൾ, ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് ഒരു കാര്യം നടക്കുന്നത് മാത്രമാണ്. ഏതൊരു കാര്യത്തിനും ഇപ്പം 47 ഇന്ത്യക്ക് പെട്ടെന്നൊരു ദിവസം സ്വാതന്ത്ര്യം കിട്ടുകയല്ല ഉണ്ടായി. അതിന് അക്ഷീണമായ, അതായത് ബംഗാളിൽ സന്യാസിമാരുടെ അഖാഡകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്യാസിമാരടക്കമുള്ള സന്യാസിമാരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന, പിന്നീട് സന്യാസി മ്യൂട്ടിനി എന്നറിയപ്പെട്ടിരുന്ന വന്ദേ ഭാരതമൊക്കെ വരുന്ന അതിൻ്റെ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്ന ആനന്ദമഠം നോവലിലാണ്. അവിടം തൊട്ടുള്ള അക്ഷീണമായിട്ടുള്ള നിരവധി ധർമ്മസേനാനികളുടെ പരിശ്രമം കൊണ്ടാണ് 47 ഓഗസ്റ്റ് 14 രാത്രി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതുപോലെ തിരുനാവായിയിൽ ഈ മാഘത്തിൽ പൂർവികമായിട്ടുള്ള 260-71 വർഷത്തോട് മുമ്പ് നിന്നുപോയ മഹാമാഘത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ അത് പുനരുജ്ജീവിപ്പിക്കപ്പെടുകയല്ല. അതിന് അക്ഷീണമായിട്ടുള്ള തപസ്വികളുടെ ഒരു പരിശ്രമം. ഇപ്പോൾ ആധുനിക കാലത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ചിന്മയാനന്ദ സ്വാമികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് പറഞ്ഞു. ഇപ്പോൾ പാലക്കാട് ഒരു ചെറിയ ഗ്രാമത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതെന്ന് പറയാം. അങ്ങനെ ഗ്രാമങ്ങളിൽ അടക്കം ചെന്നുകൊണ്ട് ഭഗവത്ഗീതയിലൂടെ ഈ ഹിന്ദുധർമ്മത്തിൻ്റെ കരുത്തിനെ, വിസ്മരിച്ചു പോയ കരുത്തിനെ, എങ്ങനെയാണോ വിവേകാനന്ദ സ്വാമികൾ ഒരു കാലത്ത് ഇന്ത്യൻ യുവത്വത്തിലേക്ക് ആ ഒരു ശക്തിയെ പകർന്നു കൊടുത്തത്, അതുപോലെ ചിന്മയാനന്ദ സ്വാമികൾ ഭഗവത്ഗീത എന്നുള്ള ആയുധത്തിലൂടെ ആളുകളിലേക്ക് ആ കരുത്ത് പകർന്നു കൊടുത്തിരുന്നു. അതിനുശേഷം വന്ന സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഹിന്ദുവിൻ്റെ ശബ്ദം അവഗണിക്കാൻ കഴിയുന്നതല്ല, ധർമ്മത്തിന് വേണ്ടി ഹിന്ദു ഏത് അറ്റം വരെയും പോരാടും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് സമാജത്തെ ആകെ ഉണർത്തിയിരുന്നു. അതിനുശേഷം ചിദാനന്ദപുരി സ്വാമികൾ കേരളത്തിലെ എല്ലാ പരമ്പരകളിലെ സന്യാസിമാരെയും കോർത്തിണക്കിക്കൊണ്ട്, അതൊരു അക്ഷീണമായിട്ടുള്ള പരിശ്രമം ആണ്. കാരണം അത് ബാഹ്യമായിട്ടൊരു വലിയ പരിപാടി എന്നുള്ളതല്ല, ആ വലിയ കാര്യങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഊടും പാവും നെയ്യലാണ്. വലിയ ക്ഷമ വേണ്ടതും വലിയ പ്രയാസങ്ങളുള്ളതുമൊക്കെയാണ്. എല്ലാം കോർത്തിണക്കിക്കൊണ്ട് തൊട്ട് മുമ്പ് ധർമ്മസന്ദേശയാത്ര, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്നുള്ള നിലയിൽ ധർമ്മസന്ദേശയാത്ര കേരളത്തിലെ എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാർ ഒന്നു ചേർന്ന് കൊണ്ട് നയിച്ചു.
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ഭിന്നമായിട്ടുള്ള ആശ്രമങ്ങളിലെ പരമ്പരകളിലെ ആചാര്യന്മാർ ചേർന്നുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി, ധർമ്മജാഗരണത്തിന് വേണ്ടി ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. അപ്പം അത്തരം വലിയ ദീർഘകാലമായിട്ടുള്ള തപസ്സിൻ്റെ സങ്കല്പങ്ങളുടെ ഒക്കെ ഒരു തുടർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകടമായ ഭാവമാണ് തിരുനാവായയിൽ നടന്നത്. ഒരു വലിയ തപസ് ഇവിടെ ഉണ്ട്, തുടർച്ചയാണ്. ആ തപസ് തുടങ്ങിയതല്ല. ആ തപസ്സിൻ്റെ ഒരു ഒരു പ്രകാശനം അതാണ് അവിടെ സംഭവിച്ചത്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് സ്വാമി ഇപ്പോൾ 2-3 വാക്കുകൾ പറഞ്ഞു. ഒന്ന് ധർമ്മം, പോരാട്ടം. ഹിന്ദു ആരോടാണ് പോരാടേണ്ടത്? അധർമ്മത്തോട്. എവിടെ അങ്ങനെ അധർമ്മം വന്ന് ഹിന്ദുവിനെ ആകെ ബാധിച്ചിരിക്കുകയാണോ? ഹിന്ദുവിനെ നല്ല സമാജത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. ഹിന്ദു പോരാടുന്നത് ലോകത്ത് മുഴുവൻ ധർമ്മം പുലരുന്നതിന് വേണ്ടിയിട്ടാണ്. ആ അധാർമികമായിട്ടുള്ള ചിന്തകൾ ഉടലെടുക്കുമ്പോഴാണ് അശാന്തിയും അസ്വസ്ഥതകളും ദുഃഖവും ഒക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് അശാന്തിയും അസ്വസ്ഥതകളും ദുഃഖവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ അധർമ്മമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അധാർമികമായിട്ടുള്ള ശക്തികളോടുള്ള നിരന്തരമായിട്ടുള്ള സമരമാണ്, യുദ്ധമാണ് ഒരു ധാർമ്മികനായിട്ടുള്ളൊരു വ്യക്തിയുടെ ജീവിതം, അല്ലെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ എല്ലാം തന്നെ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരു കവിയെ, ഒരു കാട്ടാളനെ മഹാകവിയാക്കി അർത്ഥമറിയാതെ കണ്ടുള്ള രാമനാമ ജപം പോലും ആ അർത്ഥത്തിൽ ഒരു വലിയ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ്. പക്ഷേ ഇവിടെ ഈ മഹാമഹം കഴിഞ്ഞതിന് ശേഷമുള്ള ചില സാമൂഹ്യ ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ്, സോഷ്യൽ ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോകളും ചില ലേഖനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നൊരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ ആസൂത്രിതമായി ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ഭജൻസ്, നന്ദഗോവിന്ദം ഭജൻസ് മുതൽ നമ്മുടെ മലപ്പുറത്തെ ആ കുട്ടിയുണ്ടല്ലോ, നമ്മുടെ ഗംഗ, വയലിൻ വായിക്കുന്ന ഗംഗ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിപാടികൾ, അതിലേക്ക് ആകർഷ്ടരാകുന്ന വലിയ തോതിലുള്ള ജനാവലി, ഒരു ഹിന്ദു ഏകീകരണത്തിന് വേണ്ടിയുള്ള ഒരു വേവ് ഉണ്ടായി വരുന്നു. അതിൻ്റെ ഊർജം മുഴുവൻ ഒരു പ്രത്യേക തരത്തിൽ പൊളിറ്റിക്കലായിട്ട് ഫോക്കസ് ചെയ്യാൻ സ്വാമി ശ്രമിക്കുന്നു. കാരണം കേരളത്തിൽ പരിചിതമല്ല ശ്രീരാമചന്ദ്രന് ജയ് വിളിക്കുന്നത്, ഹർ ഹർ മഹാദേവ് എന്ന് വിളിക്കുന്നത് കേരളത്തിന് പരിചിതമല്ല. ഇതെല്ലാം തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ശബ്ദങ്ങളാണ്, ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ശബ്ദമാണ്. ഇതിൻ്റെ ഒരു എൻജിൻ പോലെ കേരളത്തിൽ പ്രവർത്തിക്കാൻ ആരോ സ്വാമിയെ ഇങ്ങോട്ട് വിട്ടതാണ് എന്ന് പറയുന്നവരുണ്ട്. രാമായണ തത്വം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥം കേരളത്തിൽ നിന്ന് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളാണ് എഴുതുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. കേരളത്തിലെല്ലാവരും, അതായത് മലയാള ഭാഷ ഇന്നത്തെ കാണുന്ന രൂപത്തിലേക്കുള്ള ഒരു ജനനം നടക്കുന്നത് രാമകഥയിലൂടെയാണ്, രാമകഥ പാടിയിട്ടാണ്. അപ്പോൾ ആ ഒരു എത്രയോ പേർക്ക്, അതായത് ജാതിഭേദമന്യേ അല്ലെങ്കിൽ രാമനെ സൂചിപ്പിക്കുന്ന, രാമൻ്റെ പര്യായങ്ങളായിട്ടുള്ള ഒക്കെ പേരുകളുള്ള നാടാണ് കേരളം. അപ്പോൾ രാമൻ അല്ലെങ്കിൽ ശിവൻ, മഹാദേവൻ ഈ മണ്ണിൻ്റെ സംസ്കൃതിയുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അത് ഒരു പുതുതായിട്ടുള്ളൊരു കാര്യമോ ഏതെങ്കിലും ഒരു കാലത്ത്, ഇപ്പോൾ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ സംസ്കൃതി അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇവിടേക്ക് വരാത്ത സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ രസകരമായിട്ടുള്ള ഒരു ചർച്ച ഇതിനിടയിൽ കേട്ടത്, ഒരാൾ നമ്മുടെ ആദ്യത്തെ നടന്ന വീരസാധന എന്ന് പറയുന്ന കൗള ക്രിയയുടെ, കൗള ശ്രാദ്ധത്തിൻ്റെ ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു പൂജ അതായിരുന്നു, പിതൃയാനവുമായി ബന്ധപ്പെട്ടത്. മാഘം ധർമ്മധ്വജാരോഹണത്തിന് മുമ്പാണ് അത് ചെയ്യുന്നത്. വീരസാധന ആയതുകൊണ്ട് അവർ ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് ആ പൂജ ചെയ്യുന്നത്. അയിനിപ്പള്ളി വൈശാഖ്ജി എന്ന് പറയുന്ന മധ്യകേരളത്തിൽ തന്നെ താമസിക്കുന്ന ഒരു ആചാര്യൻ, ആ ആചാര്യൻ്റെ സഹ ആചാര്യന്മാരായിട്ട് പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ മരുമകനായിട്ടുള്ള ആളും അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിൻ്റെ മരുമകനായിട്ടുള്ള ആളുകൾ, അവർ 3 പേരും കൂടി ചേർന്നിട്ട് സഹകർമ്മികളുമായി ചേർന്നിട്ടാണ് പ്രധാനമായിട്ടും അത് ചെയ്യുന്നത്. അപ്പോൾ അവർ ഉടുത്തിരുന്ന വസ്ത്രം ചുവന്ന വസ്ത്രമാണ്. അപ്പോൾ ഇത് കണ്ടിട്ടൊരു ചർച്ച, പൂജ ചെയ്യാൻ പോലും കേരളത്തിൽ നിന്നുള്ള ആളുകളെ കിട്ടാത്തത് കൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭിന്നമായിട്ടുള്ള പാരമ്പര്യങ്ങൾ കേരളത്തിലുണ്ട്, ആ പാരമ്പര്യങ്ങളുടെ ആചാര്യന്മാരുണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇതെല്ലാം എവിടെ നിന്നോ വരുന്നു. അവരവരുടെ വേരുകളെ കണ്ടിട്ടില്ല, അവർ നിൽക്കുന്ന മണ്ണിനെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ചില പ്രൊപ്പഗാൻഡകൾ കൊണ്ട് ഇതെല്ലാം ഇല്ലാതായി അല്ലെങ്കിൽ നശിച്ചു എന്ന് പറയുന്ന തെറ്റിദ്ധാരണകളിലാണ് ഇവരൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഈ വേണ്ടത്ര വെള്ളമോ വെളിച്ചമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, അതൊക്കെ തടസ്സപ്പെട്ടത് കൊണ്ട് ആ മഹാവൃക്ഷം ചിലപ്പോൾ കുറച്ച് അതിൻ്റെ വലിപ്പം ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അതിൻ്റെ വേരുകൾ അതിശക്തം തന്നെയാണ്. ഏത് സമയത്താണോ അവിടേക്ക് വേണ്ടത്ര വെള്ളവും വെളിച്ചവും
എല്ലാം വരുന്നത്, ആ സമയത്ത് ആ ഹിന്ദുത്വം എന്ന് പറയുന്ന മഹാവൃക്ഷം അതിൻ്റെ പ്രൗഢിയെ വെളിവാക്കുക തന്നെ ചെയ്യും. അത് ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ ധർമ്മധ്വജാരോഹണത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, രാംലല്ല 400 വർഷങ്ങൾ കാത്തിരുന്നിട്ട് സ്വന്തം ജന്മസ്ഥലം വീണ്ടെടുത്തതുപോലെ മാഘം ഈ 2-2.5 പതിറ്റാണ്ട് നീണ്ട ഇതിന് ശേഷം വീണ്ടും ആ തപസ് ഉണർന്നു വരികയാണ്. ഇതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ട്. കാരണം രാംലല്ല എന്ന് പറയുമ്പോൾ ഈ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് അയോധ്യ. അങ്ങ് പരസ്യമായി അയോധ്യയിലെ ക്ഷേത്ര നിർമ്മിതിയൊക്കെ ന്യായീകരിക്കുകയും അത് അനിവാര്യമായിരുന്നു നിരന്തരം നമ്മൾ തമ്മിൽ ഇരുന്നപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതും ഇപ്പോൾ കേരളത്തിൽ ഈ ആളുകൾ അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന സംഘപരിവാര രാഷ്ട്രീയമാണെന്ന് എടുത്തു കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഇതിൽ നമ്മൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നാണ്. അത് അതിൻ്റെ സാമാജികമായിട്ടുള്ള വ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ്, രാജനൈതികമായിട്ടുള്ള വ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ മാഘത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ജനായത്ത സമ്പ്രദായം തുടങ്ങുന്നതിൽ വേറെയും പല സ്ഥലങ്ങളിലും ഉണ്ടാകാം, പക്ഷേ ഒരു സ്ഥലം മാഘമാണെന്ന് പറയാം. കേരളത്തിൻ്റെ ചക്രവർത്തിയെ, കേരളത്തിൻ്റെ ഭരണാധികാരിയെ മാഘത്തിൽ ചേർന്നിരുന്ന ധർമാചാര്യന്മാരും മഹാത്മാക്കളും ചേർന്നിട്ടാണ് 12 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുത്തിരുന്നത്. പിന്നെയുള്ള 12 വർഷം മാഘം നടത്തുക ആ ചക്രവർത്തിയുടെ ഉത്തരവാദിത്വമായിരുന്നു. ആദ്യം പെരുമാക്കന്മാർക്ക് ശേഷം പെരുമ്പളപ്പ് സ്വരൂപം, വേണാട് സ്വരൂപം പോലുള്ള ഭിന്നമായിട്ടുള്ള രാജ്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ രാജാക്കന്മാരും ഈ മാഘത്തിൽ വന്ന് ധർമാചാര്യന്മാരുടെയും ജനങ്ങളുടെയും സഭയ്ക്ക് മുമ്പിൽ അവരുടെ ഓല വായിക്കലെന്നാണ് പറയുക, അവരുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കണം, അതിൻ്റെ വിശകലനത്തിന് വിധേയമാകണം, വരും വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ അങ്ങനെ രാജനൈതികമായ മേഖലയിൽ അപ്പോൾ 12 വർഷം കഴിഞ്ഞിട്ട് ചക്രവർത്തി വാനപ്രസ്ഥം ചെയ്ത് പുതിയ ചക്രവർത്തിയെ തിരഞ്ഞെടുക്കുകയാണ്. ആൾ വീണ്ടും തിരഞ്ഞെടുപ്പിന് നിൽക്കുകയല്ല, അദ്ദേഹം വാനപ്രസ്ഥത്തിലേക്കും തുടർന്ന് സന്യാസത്തിലേക്കും പോവുകയാണ്. അങ്ങനെ ധർമ്മത്താൽ നിയന്ത്രിക്കപ്പെടുന്ന രാജനൈതിക വ്യവസ്ഥ, അതാണ് ഈ ദേശത്തിൻ്റെ പാരമ്പര്യം. ഏത് ഭരണാധികാരിക്കും ഗുരു ഉണ്ടാവും. ഭാരതത്തിൻ്റെ തന്നെ മുഴുവൻ രാജാക്കന്മാരും അംഗങ്ങളായിരുന്ന കാശി രാജാവ്, കാശി രാജാവിൻ്റെ സഭയിലെ അംഗങ്ങളാണ് ഭാരതത്തിലെ മറ്റെല്ലാ രാജാക്കന്മാരെന്നുള്ളതാണ്. ആ കാശി രാജാവ് കാശി വിദ്വത് സഭയുടെ അധ്യക്ഷനാണ്. ഏറ്റവും വിദ്വാനായിട്ടുള്ള ആളാണ്. വളരെ ചെറിയൊരു പ്രദേശമാണ്. ആ പ്രദേശത്തിന് സൈന്യം ഉണ്ടായിരുന്നില്ല, കാരണം കാശിയെ ആരും ആക്രമിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജനൈതികമായിട്ടുള്ള മേഖലയിൽ, വ്യാവസായികമായിട്ട് വ്യാപാരത്തിൻ്റെ മേഖലയിൽ എങ്ങനെ ധാർമ്മികമായിട്ട് വ്യാപാരം ചെയ്യണം, വ്യവസായം ചെയ്യണം, ധാർമ്മികമായി സമാജത്തിൻ്റെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കണം, സമൃദ്ധി എങ്ങനെ ഉണ്ടാക്കണം, അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന, അതിന് വഴികാട്ടുന്ന ഒന്നാണ് ഹിന്ദുധർമ്മം. അപ്പോൾ ആ ധർമ്മം ഇതിലെല്ലാ ഭാഗത്തെയും സ്പർശിക്കുന്നത് തന്നെയാണ്. അത് രാഷ്ട്രീയമാണ്, വ്യാവഹാരികമാണ്, സാമ്പത്തികമാണ്. ഈ ധർമ്മം അതിൻ്റെ എല്ലാ ഭാഗത്തും സമാജ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഈ ധർമ്മം പ്രകടമാകണം എന്നുള്ളതാണ് ഋഷീശ്വരന്മാരുടെ സങ്കല്പം. അത് രാംലല്ല പുനർനിർമ്മിക്കപ്പെടണം, പുനഃപ്രതിഷ്ഠിക്കപ്പെടണം എന്ന് പറയുന്നതും അതിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും. കാരണം പഴയ കാലത്ത് ഭാരതത്തിൻ്റെ ഒരു ഇരുണ്ട കാലം എന്ന് വേണമെങ്കിൽ പറയാം. അധിനിവേശമായിട്ടുള്ള വൈദേശിക ആക്രമണം, അതായത് വൈദേശികമായിട്ടുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ, പ്രലോഭനങ്ങൾ, അത് ഇവാഞ്ചലിസ്റ്റുകളിൽ നിന്നും ഇസ്ലാമിസ്റ്റുകളിൽ നിന്നും ഒക്കെ നേരിട്ടതിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിൻ്റെ സംസ്കൃതിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതിൻ്റെ ബാഹ്യമായ അവസ്ഥയിൽ ഒരുപാട് ക്ഷതങ്ങൾ, ഒരുപാട് ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര തൊട്ടങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ പ്രാചീനമായിട്ടുള്ള ഒരു ക്ഷേത്രവും ആക്രമിക്കപ്പെടാതെ നമുക്ക് കാണാൻ കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു വിഗ്രഹത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളെങ്കിലും തച്ചുടയ്ക്കപ്പെട്ടിട്ടുണ്ടാവും. അത് മുഴുവൻ തകർത്ത് കളയാൻ ശേഷിയില്ലാത്തവരല്ല അത് ചെയ്തത്. പക്ഷെ അവരത്രയും പകുതി തകർത്ത് അല്ലെങ്കിൽ ഛിന്ന ഭിന്നമാക്കി അത് അവിടെ അവശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ചുമരുകളെല്ലാം അതുപോലെ നിർത്തിയിട്ടാണ് അതിൻ്റെ മീതെ മിനാരങ്ങൾ പണിതിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ മുമ്പിൽ ഒരു അവഹേളനമായിട്ട് ഇതെല്ലാ കാലവും നിലനിൽക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പണിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളിൽ വലിയ ധർമ്മം ഉണർന്നു വരുന്നതോടുകൂടി ആ ധാർമ്മികമായിട്ടുള്ള പ്രതീകങ്ങൾ, ധാർമ്മികമായിട്ടുള്ള കേന്ദ്രങ്ങൾ ശക്തമാവുകയും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രൗഢിയെ വീണ്ടെടുക്കുകയും ചെയ്യും. സ്വാമി, ഈ പറഞ്ഞതിൽ നിന്ന് അങ്ങ് പരത്തി പറഞ്ഞ കാര്യം ഞാനൊന്ന് ഡയറക്റ്റ് ചോദിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയമാണെന്ന് ഞാൻ പറഞ്ഞു, ഈ രാംലല്ലയുടെ വിഷയം. അങ്ങ് ഈ സമീപകാലത്ത് വന്ന അങ്ങയുടെ ഇൻ്റർവ്യൂകളിലൊക്കെ അയോധ്യ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അയോധ്യ പറയുമ്പോൾ കേരളത്തിലെങ്കിലും അതൊരു
കടുത്ത കമ്മ്യൂണൽ ഇഷ്യൂ കൂടിയാണ്. അപ്പോൾ അതിനെ അങ്ങ് അഡ്രസ്സ് ചെയ്യുമ്പോൾ അങ്ങ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അല്ല, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഹിന്ദുധർമ്മത്തിൻ്റെ വക്താവാണ്. അല്ലെങ്കിൽ ഏറ്റവും ഞാൻ ചിന്മയാനന്ദ സ്വാമിജികളുടെ കാര്യം പറഞ്ഞു. അങ്ങ് സെക്കുലർ അല്ല. സെക്കുലർ അല്ല, ഹിന്ദുവാണ്, ഹിന്ദുത്വവാദിയാണ്. ഇന്നത്തെ അർത്ഥത്തിൽ പറയുന്ന ഒരു സെക്കുലർ അല്ല. യഥാർത്ഥത്തിൽ ഹിന്ദു മതം എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിക്കുന്നതാണ്. കാരണം നമ്മുടെ പിതൃകർമ്മത്തിൻ്റെ പ്രാർത്ഥന അതീതകുലകോടീനാം സപ്തദ്വീപ നിവാസിനാം പ്രാണിനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു എന്നുള്ളതാണ്. ഭിന്നമായിട്ടുള്ള എല്ലാ പരമ്പരകളെയും ഭിന്നമായിട്ടുള്ള ആചാര്യന്മാരുടെ ശിഷ്യന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെല്ലാം സർവാശ്ലേഷിയാണ് ഹിന്ദുധർമ്മം. എന്നാൽ ഇന്ന് ഹിന്ദുധർമ്മത്തിനെതിരായ ഒന്നാണ് സെക്യുലറിസം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ സെക്യുലറിസ്റ്റ് അല്ല, ഹിന്ദുത്വവാദിയാണ്. അല്ല, ഇങ്ങനെ പറയുമ്പോഴാണ് കേരളത്തിനൊരു സെക്യുലർ മനസ്സുണ്ട്. ആ മനസ്സിന് വിരുദ്ധമാണ് സ്വാമിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിന് സെക്യുലർ മനസ്സില്ല. കേരളത്തിനുള്ളത് ധാർമ്മികമായ മനസ്സാണ്. ആ ധാർമ്മികമായ മനസ്സ് പലതരത്തിലുള്ള ഒരു സമ്മർദ്ദങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. ആ ധാർമ്മിക മനസ്സ് കേരളത്തിൽ ശക്തമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് മാഘത്തിൻ്റെ ഉണർവ്. കാരണം അവിടെ വന്നവർ ആരും വിളിച്ചു വന്നവരല്ല. ഒരു പ്രചരണവും അതിനുണ്ടായിരുന്നു. ഒരു നോട്ടീസ് പോലും അടിച്ചില്ല. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നോട്ടീസ് പോലും ആദ്യഘട്ടത്തിൽ ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്താണ് എന്ന് അറിയിക്കാൻ ഓൺലൈനിൽ അയക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു പേജ് ഇതൊഴിച്ചിട്ട് ഇത് നടക്കുന്ന കാര്യക്രമങ്ങളോ അതിൽ എന്തൊക്കെയാണ് പ്രോഗ്രാം എന്ന് അവസാനം ചോദിച്ച ഒരാളോട് ഫെബ്രുവരി 4 തരാം വിശദമായിട്ടുള്ള ഷെഡ്യൂൾ എന്ന് പറയേണ്ട അവസ്ഥയായിരുന്നു. കാരണം അങ്ങനെ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രചരണവും ഇല്ലാതെ ആണ് മാഘം നടന്നത്. വൻ വിജയമായിരുന്നു. ഏതാണ്ട് 40 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ പറയുമ്പോഴും വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഈ പരിപാടിയുടെ പ്രയോജനം കിട്ടിയവരും ആരെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ പലരും ഉയർത്തുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് അവിടെ വന്നാൽ അവിടെ രാപ്പകലില്ലാതെ പണിയെടുത്ത് സേവാഭാരതിയാണ്. മറ്റു പലരും ഉണ്ടായിരുന്നു, എന്നാൽ സേവാഭാരതിയുടെ സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു. പിന്നെ ഇതിൻ്റെ പിന്നാലെ കേരളത്തിലെ സംഘം, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ഇതൊരു സംഘപരിവാര അജണ്ടയുടെ ഭാഗമായിട്ട് സ്വാമിയെ കാശിയിൽ നിന്ന് വരുത്തി ചെയ്യിച്ചതാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, ഇതിൽ സേവാഭാരതി അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനവും നമ്മൾ മാഘം നടക്കുക എന്ന് പറയുന്നൊരു സമയത്ത് ആ മാഘത്തിൽ വരാനും മാഘം ചെയ്യാനും മാഘത്തിന് വേണ്ടിയിട്ടുള്ള സേവകൾ ചെയ്യാനുമുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. ആ ധർമ്മത്തിൽ താല്പര്യമുള്ളവർ അവിടെ വരും, ധാർമ്മികമായിട്ടുള്ള സേവ ചെയ്യും, പോകും. ഇപ്പോൾ സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം സേവാഭാരതി ഓരോ ദേശങ്ങളിൽ നിന്ന്, ഭിന്ന ദേശങ്ങളിൽ നിന്ന് സേവാഭാരതി അതിൻ്റെ ദൗത്യവുമായിട്ട് ഓരോ സ്ഥലത്തു നിന്നും അവരുടെ ഇതനുസരിച്ചിട്ട് വന്നു. രാപകൽ അവിടെ അവരുടെ ധർമ്മം നിർവഹിച്ചു. സേവാഭാരതിയോടൊപ്പം അമൃതാനന്ദമയി മഠത്തിൻ്റെ അയുദ്ധിൻ്റെ പ്രവർത്തകർ, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ വളണ്ടിയേഴ്സ്, അങ്ങനെ നിരവധി നമ്മുടെ മോഹൻജി അവിടെ ഒരുപാട് ഭക്ഷണം, അന്നപ്രസാദം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിരവധി ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ, ധാർമ്മിക പ്രസ്ഥാനങ്ങളുടെ സേവാപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധർമ്മത്തിന് ആഭിമുഖ്യമുള്ളവർ ധർമ്മത്തിൻ്റെ ഒരു കാര്യം നടക്കുന്ന സമയത്ത് അവിടെ അതിനു വേണ്ടി പരിശ്രമിക്കാൻ വരും. ഇത് എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മാഘം. അപ്പോൾ അവിടെ സൂഫികൾ വരെ വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സെക്കുലർ അല്ല, ഇന്നത്തെ സെക്കുലർ എന്നുള്ള മീനിങ്ങിൽ ഞാൻ സെക്കുലർ അല്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റ് ഇതര മതസ്ഥരോടുള്ള അങ്ങയുടെ മനോഭാവം എന്താണ്? ഇതര മനസ്ഥർ ധാർമ്മികമായിരിക്കുന്നിടത്തോളം കാലം അവർ ഇതിൻ്റെ സർവാശ്ലേഷിയാണ് ഹിന്ദുധർമ്മം. അപ്പോൾ അവിടെ തന്നെ ഇപ്പം ഈ മാഘം നടക്കുന്ന സമയത്ത് തന്നെ പ്രാദേശികമായിട്ടുള്ള മറ്റ് മതവിഭാഗങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് മാഘത്തെ സമീപിച്ചതും മാഘത്തിൽ വന്നിരിക്കുന്ന ധാർമ്മികരായിട്ടുള്ള എല്ലാവരും അത്തരത്തിലുള്ള മതവിശ്വാസികളായിട്ടുള്ളത്. മാഘത്തിൻ്റെ ഉള്ളിൽ, മാഘയജ്ഞവേദിയുടെ അകത്ത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ചായയും പ്രഭാത ഭക്ഷണവും ഒക്കെ വിറ്റിരുന്നു. അത് മാത്രമല്ല, ഞാൻ അറിഞ്ഞിരുന്നു നമ്മുടെ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മസ്ജിദുണ്ട്, അവിടെ നിന്ന് വൈദ്യുതി വന്നിരുന്നു. എല്ലാ തരത്തിലുള്ള പരസ്പര സഹകരണവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ, അതായത് ഭാരതത്തിൽ പൊതുവിൽ, അതായത് ഒരു അധികവും
ഈ ഒരു മതപരിവർത്തനം ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ ആക്രമണത്തിൻ്റെയും മറ്റുള്ളതിൻ്റെയും ഒക്കെ പ്രത്യേകിച്ച് മലപ്പുറത്ത്. ഒരു തുടർച്ചയായിട്ടാണ് ഇന്ന് കാണുന്ന പല മുസ്ലിം ആളുകളും പഴയ ഹിന്ദുവിൽ നിന്ന് മുസ്ലിമായി മാറ്റപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് അവർ അന്നത്തെ ആക്രമണത്തിൻ്റെയും മറ്റുള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മാറിപ്പോകുന്നത്. ഇന്ന് പല ആളുകൾക്കും ആ ഒരു ഓർമ്മകളില്ല. എങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഈ ധർമ്മത്തിൻ്റെ വേരുകൾ സജീവമാണ്. അപ്പോൾ ധാർമ്മികമായിട്ടുള്ളൊരു കാര്യം നടക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഉജ്ജയിനിലെ അഖാഡയിൽ നിന്നാണ് എൻ്റെ ഒരു അഖാഡയുമായിട്ടുള്ള ബന്ധവും അതിൻ്റെ ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിൻ അഖാഡയാണ്. അപ്പോൾ ഉജ്ജയിൻ അഖാഡയിലെ മഹന്ത് മുസ്ലിം മതവിഭാഗത്തിൻ്റെ അവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ പീർ കൂടിയാണ്. പീർ മഹന്ത് എന്നാണ് ടൈറ്റിൽ. അത് ശരി. ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ ആചാരനായിട്ട് കൂടി ആ മഹന്തിനെ മാനിക്കുന്നുണ്ട്. ഹരിദ്വാർ കുംഭമേളയിൽ നമ്മുടെ അഖാഡയുടെ അമൃതസ്നാനത്തിന് വേണ്ടിയിട്ടുള്ള ഘോഷയാത്രയുടെ മുമ്പിൽ നടക്കുക, അവിടുത്തെ മുസ്ലിം സമുദായ അംഗങ്ങളായിട്ടുള്ള, ഇന്നിപ്പോൾ അത് ബാൻഡ് സെറ്റാണ്, പഴയ കാലത്ത് പ്രാചീനമായിട്ടുള്ള അവിടുത്തെ വാദ്യങ്ങളായിരുന്നു. അപ്പോൾ അവരുടെ വാദ്യഘോഷങ്ങളോട് കൂടിയാണ് അവർ സ്നാനത്തിന് ഈ ആചാര്യന്മാരെ നാഗസാധുക്കളെയൊക്കെ ആനയിക്കുക. അപ്പോൾ ധാർമ്മികമായി നിൽക്കുന്നിടത്തോളം എല്ലാ മതധർമ്മങ്ങളെയും ആശ്ലേഷിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഹിന്ദുധർമ്മം. അവിടെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ഈ ദേശത്തിൻ്റെ സംസ്കൃതിയാണ്, സാംസ്കാരിക ദേശീയതയാണ് ഹിന്ദുത്വം. എല്ലാവരും ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണ്. ഈ ധർമ്മത്തെ ആ ധർമ്മമായി മാനിക്കുന്നിടത്തോളം കാലം. എനിക്കൊരു സംശയം കൂടി അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അപ്പോൾ അങ്ങ് പൂർവാശ്രമത്തിൽ മാധ്യമ പ്രവർത്തകനായിരുന്നു. അതിനു മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നു. കേരളത്തിലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചാൽ CPM-ൻ്റെ അഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല. CPI എന്ന് പറയുന്ന പാർട്ടി പക്ഷേ പരസ്യമായി അവരുടെ പത്രത്തിൽ ഇതിനെതിരെ ലേഖനമോ എഡിറ്റോറിയൽ എഴുതി. പിന്നെ മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നു കേരളത്തിൽ ഭയപ്പെടേണ്ടുന്ന ചിലത് സംഭവിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഭജന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹിന്ദു ഏകീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. അതിൻ്റെ എൻജിൻ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്കാണ്, എൻജിനാണ് ഇപ്പോൾ മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം ഭാരതി എന്ന് പറയുന്നു. എന്തിനാണ് ചില ആളുകൾ ഭയപ്പെടുന്നത്? എന്തിനെയാണ് ഭയപ്പെടുന്നത്? ധർമ്മം ഉണർന്നു വരുമ്പോൾ അധർമ്മികളെ ഭയപ്പെടും. അപ്പോൾ ഈ പറയുന്നവർ അധർമ്മികളാണോ? തീർച്ചയായിട്ടും അധർമ്മികളാണ്. ദേശത്തെ വിഭജിക്കാൻ നിൽക്കുന്നവരാണ്, ദേശത്തിൽ ഛിദ്രം ഉണ്ടാക്കാൻ നിൽക്കുന്നവരാണ്, സാമാജികമായി കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ധർമ്മത്തിൻ്റെ ഉണർവിനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായൊരു സംഗതി മലപ്പുറം ജില്ലയിൽ നടക്കുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. ഇതിന് ചുറ്റുപാടുമുള്ളത് മുസ്ലിം സമൂഹമാണ്. അവർക്കൊരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, സേവാഭാരതിയുടെ അവസാനത്തെ സേവാ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് അടുത്ത വർഷം ആ പ്രവർത്തനങ്ങളിൽ ഞങ്ങളും പങ്കാളികളാകും. അത്തരം വീഡിയോസ് അതിൽ മോര് സംഭാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ചുക്കുവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, കട്ടൻ ചായ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന് അവിടുത്തെ വളണ്ടിയർമാർക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇവിടെ ഏത് മതവിഭാഗത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടാലും പൂർവികമായിട്ട് ഹിന്ദു ധർമ്മത്തിലുണ്ടായിരുന്ന ആളുകളാണ്. ആ ആളുകളിലൊക്കെ ഈ ധർമ്മത്തിൻ്റെ വേരുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യം നടക്കുമ്പോൾ ഇപ്പം മറ്റ് തരത്തിലുള്ള മാലിന്യങ്ങൾ അവരുടെ മസ്തിഷ്കത്തിലേക്ക് പുറത്തു നിന്ന് ആരും പമ്പ് ചെയ്യാത്തിടത്തോളം കാലം ഇത്രയും കാര്യങ്ങളുമായിട്ട് അവർ സഹകരിക്കും. അപ്പോൾ കുറച്ച് പഴയൊരു ചരിത്രത്തിൽ അയോധ്യയും കാശിയും മധുരയും ഹിന്ദുവിൻ്റെ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രങ്ങളാണ്. അതിൽ ആ പഴയ കാലത്ത് സംഭവിച്ച തെറ്റ് തിരുത്തണം, അത് അവർക്ക് വിട്ടു നൽകണം, അവിടെ ക്ഷേത്രങ്ങൾ ഉയരണം എന്ന് പറയുന്ന വലിയ ചിന്ത ഈ പ്രദേശങ്ങളിലെ മുസ്ലിം ജനവിഭാഗത്തിനുണ്ടായിരുന്നു. അതിലേക്ക് ഈ വിഭജനത്തിൻ്റെ അധാർമികരായിട്ടുള്ള ആളുകളുടെ ഇടപെടൽ വന്നോടുകൂടിയാണ് അത് ഒരു സാമുദായിക പ്രശ്നമായിട്ട് മറ്റു രീതിയിലൊക്കെ മാറും. ബാബറി മസ്ജിദ് ഇഷ്യൂ എങ്ങനെ മാറി എന്നുള്ളത് KK മുഹമ്മദ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി. അതെ ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ആളുകൾ ദ്രോഹമാണ് ചെയ്തത്. മുസ്ലിം സമൂഹം ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായി. മുസ്ലിം സമൂഹം അതിൻ്റെ ഗൗരവം, അവർക്ക് അതിൻ്റെ ഗൗരവം അറിയാം. ഇപ്പോൾ ഈ അടുത്തൊക്കെ വരുന്നുണ്ട്, അവിടെ ആളുകൾ അങ്ങനെ പോകാറ് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഉപേക്ഷിക്കപ്പെട്ടതാണ്. അവിടെ അപ്പോഴും അവിടുത്തെ ഹിന്ദു സമാജത്തിലുള്ള ആളുകൾ അവിടേക്ക് നോക്കി ആരതി കാണിക്കും, അവിടേക്ക് നോക്കി ചന്ദനത്തിരി കാണിക്കും എന്ന് പറയുന്ന അവിടുത്തെ പ്രദേശവാസികളായിട്ട് മുസ്ലിങ്ങൾ പറയുന്ന വീഡിയോകൾ ഇപ്പോൾ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ കാലത്തൊക്കെ അവരുടെ പ്രതികരണങ്ങൾ ആ തരത്തിൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അല്ല, ഹിന്ദു മതേതരനായിരിക്കണമെങ്കിൽ അവൻ ക്ഷേത്രത്തിൽ പോലും പോകരുത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ആൾ കൂടുന്നു, ചെറുപ്പക്കാരൊക്കെ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ ചില ആളുകൾ നിലവിളിക്കുന്നത്.
അത് കാണുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? പക്ഷേ ഹിന്ദുവിന് അവൻ്റെ ധർമ്മം പാലിക്കുന്നതിന് എന്താണ് തടസ്സം? അല്ല, അതിൽ ഈ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് ഇവിടെ ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഛിദ്രമുണ്ടാക്കാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ, ദേശത്തെ വിഭജിക്കാൻ, ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ഒക്കെ ആഗ്രഹിക്കുന്ന അകത്തുള്ള ആളുകളുണ്ട്, പുറത്തുള്ള ആളുകളുണ്ട്. ആ പുറത്തുള്ള ആളുകളുടെയും അകത്തുള്ള ആളുകളുടെയും, അതായത് ഇതിനെ ഭാരതത്തെ ക്ഷയിപ്പിക്കാൻ, ഈ ധർമ്മത്തെ ക്ഷയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം എല്ലാറ്റിനെയും ഒന്നായി നിലനിർത്തുന്ന ഈ സാംസ്കാരിക ദേശീയതയാണ്, ഹിന്ദുത്വമാണ്. അപ്പോൾ അതിനെ തകർക്കണം എന്നുള്ളത്, അതിനെ ദുർബലപ്പെടുത്തണം എന്നുള്ളത് അത്തരം ആളുകളുടെ ആവശ്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് അതിനെ ശക്തിപ്പെടുത്താനുണ്ടാകാവുന്ന ഓരോ കാര്യങ്ങളെയും അവർ എതിർക്കുകയും അതിന് നെഗറ്റീവായിട്ടുള്ള നരേറ്റീവ്സ് സൃഷ്ടിക്കുകയും ആ നെഗറ്റീവ്സിലേക്ക് ആളുകളൊക്കെ ചേർക്കാൻ ശ്രമിക്കും. അല്ല, ഈ കൂട്ടത്തിൽ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അവർ പറയുന്നുണ്ട് വിശ്വാസം അല്ലെങ്കിൽ മതം, അതിനെ ദേശീയത രാഷ്ട്രീയം ഇതുമായി ബന്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹിന്ദു നാമധാരികളും വരുന്നുണ്ട്. അല്ല, അത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ കൂടെ എത്ര ഹിന്ദു നാമധാരികളുണ്ടായിരുന്നു, മുഗളന്മാരുടെ കൂടെ എത്ര ഹിന്ദു നാമധാരികളുണ്ടായിരുന്നു, എല്ലാ ടിപ്പുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും അത്തരത്തിലുള്ള ആളുകൾ. അല്ല, മതം, ദേശീയത, രാഷ്ട്രം, ഇത് മൂന്നും വേറിട്ട് നിൽക്കേണ്ടതാണ്. അതായത് നമ്മൾ ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു തലം, ഈ ആധ്യാത്മികത അവനവൻ്റെ ഉള്ളിൽ അവനവൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് അവൻ തേടുന്ന ഒരു സഞ്ചാരമാണ്. ആ ആധ്യാത്മികത നിൽക്കുന്നത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ധർമ്മത്തിൻ്റെ മറ്റൊരു അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ് രാജനൈതികത. അപ്പോൾ ഇതെല്ലാം ധാർമ്മികമായി പരസ്പര ആശ്രിതവും പരസ്പര ബന്ധിതവുമാണ്. അല്ല, സന്യാസി രാഷ്ട്രീയം പറയരുത്, സന്യാസി ദേശീയത പറയരുത്, സന്യാസി രാഷ്ട്രത്തിന് വേണ്ടി ചിന്തിക്കരുത് എന്ന് പറയുന്ന ആശയം ഇവിടെ എല്ലാ രാജാക്കന്മാരും, ഭാരതീയ സംസ്കൃതിയിൽ എല്ലാ രാജാക്കന്മാർക്കും രാജഗുരുക്കന്മാരുണ്ടായിരുന്നു. ആ ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരമാണ് രാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നത്. അതിനപ്പുറത്തൊന്നും പറയാനില്ല. ഏതായാലും കേരളത്തിൽ ഒരു കൂട്ടം ആളുകൾ മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം ഭാരതിയുടെ പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നുണ്ട്. ആ ഭയം അങ്ങയെ ബാധിക്കുന്നുണ്ടോ? അല്ല, അത് തിരുനാവായയിലാണ് നാം സംസാരിക്കുന്നത്. തിരുനാവായ നവയോഗികളാണ് പ്രതിഷ്ഠിച്ചത്. നവയോഗികളുടെ ഏറ്റവും പ്രസിദ്ധി നവയോഗി സംവാദമാണ്. രാജർഷിയുടെ സദസ്സിൽ വരുന്ന ആദ്യത്തെ യോഗിയോട്, കവി എന്ന് പറയുന്ന യോഗിയോട് ആദ്യത്തെ ചോദ്യം സുഖമുണ്ടാകാൻ എന്തു വേണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന ഭയമില്ലാതിരിക്കണം എന്നുള്ളതാണ്. ഈ ധർമ്മം എന്താണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ധൈര്യമാണ്, സ്വാതന്ത്ര്യമാണ്.